ഇനി നമുക്ക് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഫ്രീലി ഫോളിംഗ് ആണ്. മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ഓർ ഡീസിലറേറ്റഡ് മോഷൻ. ഇപ്പം നിങ്ങൾക്ക് മേലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ യൂണിഫോംലി ഡീസിലറേറ്റഡ്, താഴോട്ട് വരുമ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ്, പ്രൊവൈഡഡ് ദി ഹൈറ്റ് ഇൻവോൾവ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദി റേഡിയസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബോഡി അണ്ടർഗോ ചെയ്യുന്ന ഫോൾ ഹൈറ്റ് ചെറുതാണെങ്കിൽ വി ക്യാൻ സേ ത്രൂ ഔട്ട് ദാറ്റ് മോഷൻ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഹൈറ്റ്സ് എല്ലാം വളരെ ചെറുതാണ്. നമ്മളെല്ലാം ബോൾസോ സ്റ്റോൺസോ ഒക്കെ നമ്മൾ എറിയുന്ന ഓബ്ജക്ട്സ് ഒന്നും ഒരിക്കലും വലിയ ഹൈറ്റിലോട്ട് പോകത്തില്ല. റോക്കറ്റും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്യൂൽ വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഇറ്റ് ക്യാൻ ഗോ ടു ഹൈറ്റ്സ് വിച്ച് ആർ വെരി ലാർജ് കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദി എർത്ത്. അവിടെയൊക്കെ ജി വേരിയേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിലെ ഹൈറ്റ്സ് എല്ലാം ജി കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എടുക്കാം. സോ വി ആർ ഗോൺ ടു സീ motion under gravity. Motion under gravity is an example for a uniformly accelerated motion provided we don't take air resistance into account and height involved is very small. നോക്കൂ പറയുന്ന പോയിന്റ്. Motion under gravity. Gravity is the gravitational force of attraction of earth on bodies. Acceleration to gravity means it is acceleration produced in the body by force of gravity. And small g represents all of you know that. ഈ ആക്സിലറേഷൻ ടു ഒരു ഗ്രാവിറ്റി എങ്ങോട്ടേ ഡയറക്റ്റ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി എർത്ത്. സോ വി ടേക്ക് ദാറ്റ് എസ് വെർട്ടിക്കൽ ഡൗൺവേർഡ് എടുക്കും. ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ടുവേർഡ്സ് സെൻഡ് ഓഫ് ദി എർത്ത് നോ മാറ്റർ ഇൻ വിച്ച് ഡയറക്ഷൻ ദി ബോഡി ഈസ് ഗോയിങ്. ഇൻ അതർ വേർഡ്സ് ഡയറക്ഷൻ ഈസ് ഓൾവേസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇൻ ആബ്സെൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഓൾ ബോഡീസ് fall with the same acceleration. എയർ റെസിസ്റ്റൻസ് ആണ് അതിനെ അഫക്റ്റഡ് ആക്കുക. എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഏതൊരു ബോഡിയും സെയിം ആക്സിലറേഷനിലായിരിക്കും ഫോളോ ചെയ്യുക. നിങ്ങളത് BBC-യിലൊക്കെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഫെത്തറും ഒരു വലിയ അയൺ ബോളും ഒരു വാക്വം അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ആ ഒരു റീജിയനകത്ത് വെൻ ഇറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ദേ റീച്ച് എക്സാക്ട്ലി അറ്റ് ദി സെയിം ടൈം അറ്റ് ദി ബോട്ടം. നമുക്കത് സാധാരണ ഒരു കണ്ടീഷനിൽ തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫെദർ, ഒരു തൂവലും ഒരു വലിയ അയൺ ബോളും നമ്മൾ വെറുതെ ഒരു ഹൈറ്റിൽ നിന്നിട്ട് കഴിഞ്ഞാൽ അയൺ ബോൾ അങ്ങ് താഴെത്തും, തൂവൽ പതിയെ താഴെത്തേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? എയർ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇത് രണ്ടും ഒരേ സമയത്ത് താഴെത്തുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് വീഡിയോ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ് ഓൾ ബോഡീസ് ആർ ഫൗണ്ട് ടു ഫോൾ വിത്ത് ദി സെയിം ആക്സിലറേഷൻ. ദ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എനി മോഷൻ ഓഫ് എ ബോഡി വിത്ത് ഗ്രാവിറ്റി is only force acting is called motion under gravity or free fall. Only force acting gravity ആണ് free fall. ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ ആ ഫ്രീ ഫോൾ മാത്രമാണ് തൽക്കാലം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനകത്ത് പല ഡിസ്കഷൻസ്, പല കേസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന്, ഒരു ബോഡി ഡ്രോപ്പ് ഫ്രം എ സർട്ടൺ ഹൈറ്റും അനദർ എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. ഡ്രോപ്പ് ഫ്രം സർട്ടൺ ഹൈറ്റ്, ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. ആദ്യം മോഷൻ ഓഫ് എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഒരു h ഹൈറ്റിൽ നിന്ന് ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇതാണ് സിറ്റുവേഷൻ. യു ഹാവ് ഫ്രം എ ഹൈറ്റ് എ ബോഡി ഈസ് ഗോൺ ടു ബി ഡ്രോപ്ഡ്. ഡ്രോപ്പ് ചെയ്യുന്നത് അറ്റ് t = 0 ഇറ്റ് വാസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ക്യാപിറ്റൽ h. അത് താഴെ എത്തി ഇൻ ടൈം ക്യാപിറ്റൽ T. അതിന് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കും. താഴെ നടക്കുന്ന സമയം ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് നിങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ ഡെറിവേഷനോടൊന്നും പോകുന്നില്ല. √2h/g ആണ്. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ഡെറിവേഷൻ ആക്ച്വലി. h is equal to half g t² എന്ന് കിട്ടും. അതിൽ നിന്ന് t is equal to √2h/g. Learn that as a result. When a body is dropped from a certain height, the time taken to reach bottom will be √2h/g. And what is the velocity when it reaches bottom? It is √2gh ആണ്. നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഈ രീതിയിൽ രണ്ട് രീതിയിൽ എഴുതാം. ടൈം ടേക്കൺ ടു റീച്ച് ബോട്ടം √2h/g ക്രോസ് മൾട്ടിപ്ലൈ h is equal to half g t² എന്ന് എഴുതാം. വെലോസിറ്റി അറ്റ് ദി ഗ്രൗണ്ട് v equals √2gh എന്നാണ്. അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ h is equal to v²/2g എന്ന് എഴുതാം. ആൻഡ് വെലോസിറ്റി അറ്റ് ദി ഗ്രൗണ്ട് ഈക്വൽ ടു g × t എന്ന് എഴുതാം. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നോക്കൂ എങ്ങനെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് v is equal to u + at നമുക്ക് യൂസ് ചെയ്യാം. v ഫൈനൽ വെലോസിറ്റി, ഡ്രോപ്പ് ഫ്രം റെസ്റ്റ് 0, ആക്സിലേഷൻ ടു ഗ്രാവിറ്റി ഡൗൺ ആണ്, വെലോസിറ്റി ഡൗൺ ആണ്, എവറിത്തിങ് ഡൗൺ. സോ ആ ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യാം. g into time taken to reach bottom is t. That is how it is v is equal to gt.
വെലോസിറ്റി അറ്റ് ദി ബോട്ടം ക്യാൻ ബി ടേക്കൺ GT. അതാണ് ഈ ലാസ്റ്റ് ഇക്വേഷൻ. V is equal to GT. ഇനി ഈ ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്നത് വളരെ എളുപ്പമാണ്. ഹൗ കം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വി ഗെറ്റ്? S is equal to UT plus half AT square ആണ് ജനറൽ ഇക്വേഷൻ. ഇവിടെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ഹൈറ്റ് താഴോട്ട് വരാണ്. അപ്പോൾ h U0 half into AG time taken T. So h is equal to half GT square. അതാണ് h is equal to half T square. അതിൽ നിന്നാണ് root of 2h by g കിട്ടുക. So V is equal to U plus AT എന്നൊരു ഇക്വേഷൻ, S is equal to UT plus half AT square എന്നൊരു ഇക്വേഷൻ. ഇനി ഒരെണ്ണം ഉണ്ടല്ലോ, ഏതാ? V square equals U square plus 2AS. ഇവിടെ ഫൈനൽ വെലോസിറ്റി അറ്റ് ദി ബോട്ടം V square 0 ഇനീഷ്യൽ 2g into height h ആണ്. So V square equal to 2gh or V equal to root of 2gh. That is how we get this third equation. That is it. By heart ചെയ്ത് നോക്കുക. സാധനം കുട്ടികളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. So I'm not going to waste time on that. ഇത് ഏത് ബോഡിക്കാം? For a body drop from a certain height. നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചു. കഴിഞ്ഞ ഡിസ്കഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒരു റിസൾട്ട് പഠിപ്പിച്ചായിരുന്നു. എന്താ? എ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, thereafter uniformly accelerated, ratio of the distances covered in successive equal intervals of time will be odd numbers. Ratio 1:3:5:7. ഇവിടെ ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, thereafter uniformly moving under the effect of gravity. So it is moving under the gravity uniform. So ആ റേഷ്യോയുടെ വാലിഡ് ആവണ്ടേ? 1:3:5:7. അതിനെ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്നാണ് പറയുക. Galileo law of odd numbers. നോക്കൂ, a body starts to fall free under gravity. The distances covered by it in the first, second and third and end second will be in the ratio. എന്ത് തോന്നുന്നു? A body starts freely from rest. The distances covered by it in the first second, third second, nth second, etc. will be in the ratio. നമ്മളിത് ഓൾറെഡി ഇവിടെ പഠിച്ച റിസൾട്ടോടെ യൂസ് ചെയ്യാം. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എല്ലാം ആ റേഷ്യോ വാലിഡ് ആണ്. ഓഡ് നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിരിക്കും. സോ ഫസ്റ്റ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ് വിൽ ബി ഇൻ ദ റേഷ്യോ 1:3:5:7 എക്സെട്ര. ഇതിനെ പറയുന്നത് ഈ മോഷൻ്റെ ഗ്രാവിറ്റിയിൽ വരുമ്പോൾ ഇതിനെ പറയുന്നത് ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്നാണ്. ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. എൻസൈഡിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഞാൻ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിച്ചാണ് ഞാൻ ഇൻ ദി ലാസ്റ്റ് ഡിസ്കഷൻ. കണ്ടീഷൻ മാത്രം ഓർത്താൽ മതി. ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, thereafter യൂണിഫോംലി ആക്സിലറേറ്റഡ്, ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ അത് കവർ ചെയ്യുന്ന റേഷ്യോ ആണ്. ആൻഡ് ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമാണ് വൈ ഫസ്റ്റ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ് എക്സെട്ര. ഓക്കെ, സോ 1:3:5:7. 1 an answer for that. അപ്പോൾ ഞാൻ അത് ഏതായിരുന്നു പറഞ്ഞത്? ഇറ്റ് വാസ് ഫോർ എ ബോഡി വിച്ച് വാസ് ഡ്രോപ്ഡ് ഫ്രം എ സർട്ടൺ ഹൈറ്റ്. ഇനി നമുക്കൊരു ബോഡിയെ ഗ്രൗണ്ടിൽ നിന്ന് മേളിലോട്ട് എറിയുമെന്ന് വിചാരിക്കാം. ഗ്രൗണ്ടിൽ നിന്ന് മേളിലോട്ട് വെർട്ടിക്കലി എറിഞ്ഞ ഒരു ബോഡി അപ്വേർഡ് മോഷനിൽ പോയി ഒന്ന് നിന്നിട്ട് തിരിച്ചു വരും. സോ പകുതി സമയം അത് മേളിലോട്ട് പോകും, പിന്നെ സമയത്ത് താഴോട്ട് വരും. നമുക്കപ്പോൾ ആ ബോഡിക്ക് എന്താ അപ്വേർഡ് ഡൗൺവേർഡ് മോഷൻ രണ്ടും ഡിസ്കസ് ചെയ്യാം. മോഷൻ ഓഫ് എ ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്, മേളിലോട്ട് എറിഞ്ഞൊരു ബോഡി. Maximum height reached will be U square by 2g. For a body thrown vertically upward, maximum height reached is U square by 2g. ഇതിന് ഡെറിവേഷൻ കാണിച്ചതിന് വെറുതെ സമയം കളയുന്നില്ല. You have to remember those as results. ഇതെല്ലാം ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്ത് കിട്ടുന്നതാണ്. Maximum height reached is U square by 2g. Learn that as a result. Time of ascent is equal to U by g. Total time of flight can be shown to be 2U by g. Time of ascent U by g, total time 2U by g ആണെങ്കിൽ time of descent definitely should be 2U by g minus U by g. So that is also U by g. And they are equal. Time of ascent and time of descent are equal U by g. നോക്കൂ, ഇപ്പം തന്നെ അങ്ങ് പഠിക്കൂ. When for a body thrown vertically upward with a speed U, maximum height to which it reaches U square by 2g. Time of ascent, മേലോട്ട് പോകാൻ എടുക്കുന്ന സമയം U by g. ടോട്ടൽ സമയം മേളിലോട്ട് പോയി താഴോട്ട് വരെ എടുക്കുന്ന സമയം 2U by g. അപ്പോൾ ടൈം ഓഫ് ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈമിൽ നിന്ന് ടൈം ഓഫ് അസെൻറ്റ് കുറച്ചാൽ മതി. 2U by g minus U by g, so it is U by g. So clearly we can say time of ascent and time of descent are equal, and that is U by g. ഇതെല്ലാം എപ്പോഴാണ്? എയർ റെസിസ്റ്റൻസ് ഇല്ലാത്തപ്പോഴാണ്. എയർ റെസിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് പിന്നീട് നോക്കാം. So that is a result for you. നിങ്ങൾ ഡെറിവേഷൻ വേണമെന്നുള്ളവർ നിങ്ങൾ തന്നെത്താൻ എഴുതി നോക്കുക.
യു വിൽ ഈസിലി ഗെറ്റ് ദാറ്റ്. എല്ലാ ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ബോഡി തിരിച്ചു വരുന്നു, അവിടെ നിൽക്കത്തില്ലല്ലോ, അവിടെ നിന്നിട്ട് തിരിച്ചു വരത്തില്ലേ. വെലോസിറ്റി റിട്ടേൺ നോക്കാം. താഴെ എത്തുമ്പോൾ ഇതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് നോക്കാം നമുക്ക്. അതിന് ഇവിടെ ഒരാണ് എത്തിയത്, അവിടെ നിന്ന് താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഐ എം ഗോയിങ് ടു യൂസ് താഴെത്തുള്ള സമയം t സെക്കൻഡ്സ് ആണ്. സോ v ഈക്വൽ ടു ഇവിടെ നിന്ന് എഴുതാതെ വി ഹാവ് v is equal to u plus at. u അപ്വേർഡ് ആയിരുന്നു, സോ അപ്വേർഡ് ഈസ് പോസിറ്റീവ്. ബട്ട് a ഡൗൺവേർഡ് ആണ്, അപ്പം നെഗറ്റീവ് വരും. a minus g, because initial velocity upward, a is down, that is why minus sign given. Time taken to reach the ground, return means തിരിച്ചെത്താനുള്ള സമയം t ആണ്. So it is u minus g into, നമ്മൾ കണ്ടു t is 2u by g. അപ്പോൾ g ക്യാൻസൽ ചെയ്യും, u minus 2u എന്ന് വരും. എന്താ u minus 2u? മൈനസ് യു എന്നാണ്. v ഈക്വൽ ടു മൈനസ് യു. എന്താ മൈനസിൻ്റെ മീനിങ്? തിരിച്ച് താഴോട്ടെന്നാണ്. മേലോട്ട് എറിഞ്ഞാൽ അത് തിരിച്ചെത്തുമ്പോൾ താഴോട്ടായിരിക്കും. നോക്കിയാൽ മേലോട്ട് എറിയുന്ന ബോഡി മേളിലെത്തി താഴെ വരുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് ഡൗൺവേർഡ് വെലോസിറ്റി, ബട്ട് സെയിം സ്പീഡാണ്, യു തന്നെയാണ് കിട്ടിയത്. ബോഡി റിട്ടേൺസ് ടു ഇനീഷ്യൽ പോയിന്റ് വിത്ത് ദി സെയിം സ്പീഡ് വിത്ത് ഇറ്റ് ആസ് പ്രൊജക്റ്റഡ്. നെഗറ്റീവ് കാണിക്കുന്നത് എന്താ? നെഗറ്റീവ് ഷോസ് ദാറ്റ് ഇസ് മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബട്ട് സ്പീഡിന് വ്യത്യാസമില്ല. എപ്പോഴും എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ വാട്ട് വി ഗെറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് ദി സെയിം സ്പീഡ് as that of projection. So when a body is projected in absence of air resistance, it comes back to the point of projection with the same speed with which it was projected. Same speed തന്നെയായിരിക്കും. അപ്പോൾ അത് കണ്ടു. ഇനി ഈ മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും കൂടെ റിലേഷൻ h is equal to half gt square എന്നാണ്. h is equal to half gt square. അതെങ്ങനെ കിട്ടും? അത് ഞാൻ കാണിക്കാം. I'll show the h is equal to half gt square from the two relations. മറ്റേക്ക് നിങ്ങൾക്ക് ഡെറൈവ് എടുക്കാവുന്നതാണ്. ഇത് ഞാനൊന്ന് കാണിച്ചേക്കാം. ഇത് റിസൾട്ട് അടിസ്ഥാന കുട്ടികൾ പഠിക്കാറുണ്ട്, പ്രൊജക്റ്റൈൽ മോഷനിൽ ഇത് പഠിക്കാറുണ്ട്. ഇത് എങ്ങനെ കിട്ടിയെന്നൊന്ന് കാണിക്കാം ഞാൻ. എച്ച് വി ഗോട്ട് യു സ്ക്വയർ ബൈ 2g വിച്ച് എ പുട്ട് ഇക്വേഷൻ നമ്പർ 1. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് 2u by g. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വാട്ട് ഈസ് യു ഈക്വൽ ടു ഫ്രം ഇക്വേഷൻ 2? u ഈക്വൽ ടു gt by 2 ആണ്. ഇത് 1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 1 ബിക്കംസ് h is equal to u സ്ക്വയർ, ഇതിനെ സ്ക്വയർ ചെയ്യുക, g സ്ക്വയർ t സ്ക്വയർ ബൈ 4 ഇൻറ്റു 2g ഉണ്ട് താഴെ. അപ്പോൾ എന്ത് ക്യാൻസൽ ചെയ്യും? ഒരു g ക്യാൻസൽ ചെയ്യും. 4 ഇൻറ്റു 8, അപ്പോൾ gt സ്ക്വയർ ബൈ 8 എന്ന് വരും. സോ വി ഹാവ് ദി റിസൾട്ട് h is equal to gt സ്ക്വയർ ബൈ 8. That is how it is. h is equal to gt square by 8, which we ask students to by heart. ഓർത്ത് വയ്ക്കാൻ പറയാറുണ്ട്. h is equal to gt square by 8. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ? മാക്സിമം ഹൈറ്റ് റീച്ച്ഡും ടൈം ഓഫ് ഫ്ലൈറ്റും ആ പ്രൊജക്റ്റൈലിൻ്റെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷനാണ് h is equal to gt square by 8. ഓക്കെ, ഇനി ഒരു പോയിൻ്റാണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, ക്വസ്റ്റ്യൻസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാനൊരു എക്സാമ്പിൾ പോലെ കാണിച്ചിട്ട് അതിലോട്ട് പോകാം, അതായിരിക്കും നല്ലത്. t equal to 0, a body was projected with a speed of 30 meter per second upward. ഇപ്പോൾ ടൈം ഓഫ് അസെൻറ്റ് എത്രയാണ്? ഇങ്ങോട്ട് സൈഡിൽ എഴുതാം, കാൽക്കുലേഷൻസ് ഇവിടെ കാണിക്കാം. ടൈം ഓഫ് അസെൻറ്റ് ഈക്വൽ ടു യു ബൈ ജി. എത്രയാണ് യു? 30 ബൈ ജി 10 എടുക്കുകയാണ്. 30 by 10 മീൻസ് 3 സെക്കൻഡ്സ്. നമ്മൾ കാൽക്കുലേഷനിലല്ല, നമ്മൾ ജി 10 എന്നായിരിക്കും എടുക്കുക. വളരെ അപൂർവമായിട്ടായിരിക്കും 9.8 എടുക്കുക, പ്രത്യേകിച്ച് എൻട്രൻസ് ക്വസ്റ്റ്യൻസിൽ. ഇപ്പോൾ ടി ഈക്വൽ ടു 0, ബോഡി വാസ് ത്രൗൺ വിത്ത് എ സ്പീഡ് ഓഫ് 30 meter per second. സോ ടൈം ഓഫ് അസെൻറ്റ് ഈസ് 3 seconds. അപ്പോൾ 3 സെക്കൻഡ് കൊണ്ട് അത് മേളിലെത്തി. ഇതെവിടെയാണ് എത്തിയത്? ഇതെപ്പോഴാണ്? ടി ഈക്വൽ ടു 3 seconds. ടൈം ഓഫ് ഡിസെൻറ്റ് 3 seconds ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ 3 സെക്കൻഡിൽ അവിടെ ഇരുന്ന ബോഡി തിരിച്ചു വരും, തിരിച്ച് ഗ്രൗണ്ടിലെത്തും വിത്ത് ദി സെയിം സ്പീഡ്. ജസ്റ്റ് നൗ വി ഹാവ് സീൻ
30 meter per second. And now t equal to 6 second. Okay. ഇനി നോക്കാം, നമുക്ക് ആദ്യം തേർഡ് വരുന്ന മോഷൻ നോക്കാം. ഇങ്ങോട്ട് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണല്ലോ. സോ ഒരു സെക്കൻഡ് കൊണ്ട് താഴോട്ട് വരുമ്പോൾ ഡിസ്റ്റൻസ് അവർ എത്രയായിരിക്കും? ഇവിടെ ടി ഈക്വൽ ടു 3 സെക്കൻഡ്സ് ആണ്. ടി ഈക്വൽ ടു 4 സെക്കൻഡ്സിൽ അത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ടി ഈക്വൽ ടു 5 സെക്കൻഡ്സിൽ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ ടി ഈക്വൽ ടു 4 സെക്കൻഡ്സിൽ അതിൻ്റെ സ്പീഡ് ഡൗൺവേർഡാണ്, ഒരു വാല്യൂ ഉണ്ടാവും. ടി ഈക്വൽ ടു 5 സെക്കൻഡ് സ്പീഡ് ഡൗൺവേർഡാണ്, ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ് ഞാൻ. ഒരു സെക്കൻഡ് കൊണ്ടല്ലേ, ഒരു സെക്കൻഡ് കൊണ്ട് ഈ ബോഡിയൊക്കെ ഉണ്ടായ വെലോസിറ്റി എത്രയാണ്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്, ഇവിടെ റെസ്റ്റാണ്, ഇൻസ്റ്റൻറ്റേനിയസ് റെസ്റ്റിലാണത്. ഇൻസ്റ്റൻറ്റേനിയസ് റെസ്റ്റാണ്. ഇൻസ്റ്റൻറ്റേനിയസ് റെസ്റ്റും പെർമനൻറ്റ് റെസ്റ്റും വ്യത്യാസമുണ്ട്. ഒന്ന് മൊമെൻറ്റ് റെസ്റ്റായിട്ട് തിരിച്ചു വരുന്നതാണ് അത്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ദി വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ബോഡി v is equal to u plus at ആണ്. ബട്ട് u0 സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് 0 വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഒരു സെക്കൻഡ് കൊണ്ട് g ഇൻറ്റു t1 മീൻസ് g ആണ്, മീൻസ് 10 meter per second ആണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ഹാവ് എ സ്പീഡ് ഓഫ് 10 meter per second. 2 സെക്കൻഡ് ഉണ്ടാകുമ്പോൾ അത് 20 meter per second. 3 സെക്കൻഡ് ആയപ്പോൾ 30 meter per second. കറക്റ്റ്. ഇനി ഇത് പൊസിഷൻ എ ആയിരുന്നു, ഇത് പൊസിഷൻ ബി ആണെന്ന് വിചാരിക്കുക, ഇത് പൊസിഷൻ സി ആണ്, ദിസ് ഇസ് പൊസിഷൻ ഡി. അടുത്തത് എത്ര ഡിസ്റ്റൻസ് ഇത് താഴോട്ട് കവർ ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? അത് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ജി 10 ആണ്. 10/2 ഇൻറ്റു ഒരു സെക്കൻഡ് കൊണ്ട് 1 സ്ക്വയർ വിച്ച് ഇസ് 5 meters. സോ ഇങ്ങോട്ട് 5 meter കവർ ചെയ്താണ് ഇവിടെ എത്തിയത്. 5 meters. 5 meters. ഒരു സെക്കൻഡ് കൊണ്ട് 5 meters. ഒരു സെക്കൻഡ് കൊണ്ട് 5 meter ആണെങ്കിൽ അടുത്തൊരു സെക്കൻഡ് കൊണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞ 1:3:5 റേഷ്യോ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ബോഡി വിൽ ബി കവറിങ് ഡിസ്റ്റൻസസ് ഇൻ ദ റേഷ്യോ 1:3:5 when it is starting from rest, thereafter uniformly accelerated. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 5 meter ആണെങ്കിൽ അടുത്ത ഒരു സെക്കൻഡിലോ 15 meter കവർ ചെയ്യും. അടുത്ത ഒരു സെക്കൻഡിലോ 25 meter കവർ ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ തിരിച്ചു വരുന്നതാണ് ഞാൻ കാണിച്ചത്. ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. മേലോട്ട് പോകുന്ന സമയത്തും ആ സെയിം ബോഡി ഇവിടെ ആയിരിക്കുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ദി സെയിം സ്പീഡ് 20 meter per second. ഇവിടെ ആയിരിക്കുമ്പോൾ ബോഡി വിൽ ഹാവ് ദി സെയിം സ്പീഡ് 10 meter per second. ഓക്കെ, മേലോട്ട് പോകുന്ന സമയത്ത് 10 meter per second ആയിരുന്നു ഇവിടെ ആയിരുന്നപ്പോൾ. താഴോട്ട് പോകുന്ന സമയത്ത് 10 meter per second ആണ്. മേലോട്ട് പോകുമ്പോൾ 20 meter per second ആയിരുന്നു. താഴോട്ട് പോകുമ്പോൾ 20 meter per second. മേലോട്ട് പോകുമ്പോൾ 30, താഴത്തെപ്പോഴും 20. അത് ഇൻ്റർമീഡിയറ്റ് പൊസിഷൻസിലെല്ലാം മേലോട്ട് പോകുന്ന സ്പീഡ് തന്നെ ആയിരിക്കും താഴോട്ട് വരുമ്പോഴും ഉണ്ടാകുക. സ്പീഡ് ഡയറക്ഷൻ മാറും, സ്പീഡ് റിമെയിൻസ് സെയിം. അതായത് 2 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്ക് എത്ര സമയം എടുക്കുന്നുണ്ടോ മേലോട്ട് പോകാൻ, അത്രയും സമയം തന്നെ താഴോട്ട് പോകാനും എടുക്കും. നോക്കിയേ, എ തൊട്ട് സി വരെ പോകാൻ 2 seconds എടുത്തു. ഇതെപ്പോഴാണ്? ദിസ് ഈസ് മേലോട്ട് പോകുമ്പോൾ ഇത് ഇവിടെ നോക്കിയേ 3 to 4 ഒരു സെക്കൻഡ് താഴോട്ട് പോകാൻ എടുത്തെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡ് മേലോട്ട് പോകാൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടി കൊണ്ട് 2 seconds ആണിത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സെക്കൻഡ് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സെക്കൻഡ് മേലോട്ട് പോകാൻ എടുത്തു. മീൻസ് ഇറ്റ് ഈസ് 1 second ആണ്. അപ്പോൾ ടി കോഡ് 0 ഹിയർ, ടി കോഡ് 1 second ഇവിടെ, ടി കോഡ് 2 seconds ഇവിടെ, ടി കോഡ് 3 seconds അവിടെ ആയിരുന്നു. തിരിച്ചു വരാൻ ഇവിടെ അങ്ങോട്ട് എത്ര സമയം എടുത്തോ അത്രയും സമയം ഇങ്ങനെ താഴോട്ട് വരാൻ എടുക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര സമയം എടുത്തോ അത്രയും സമയം താഴോട്ട് വരാൻ എടുത്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര സമയം എടുത്തോ അത്രയും തന്നെയാണ് താഴോട്ട് വരാൻ എടുക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. മേളോട്ടുള്ള മോഷനിലും താഴോട്ടുള്ള മോഷനിലും യൂണിഫോംലി ആക്സിലേറ്റഡ് മോഷൻ ആണെങ്കിൽ, ഒരേ ആക്സിലേഷൻ്റെ എഫക്റ്റിലാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന സ്പീഡായിരിക്കും തിരിച്ചു വരുമ്പോഴും, അങ്ങോട്ട് 2 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന സമയമായിരിക്കും തിരിച്ചു വരുമ്പോഴും എടുക്കുക. അതാണ് ഈ സ്ലൈഡിലൊരു പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തത്. ഇനി ആ സ്ലൈഡിൽ വന്നിരിക്കുന്ന പോയിന്റ് നോക്കാം. ഇഫ് വി കൺസിഡർ എനി ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ബി, ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടി എ ബി ഈക്വൽ ടു ടി ബി എ.
അതായത് ഒരു പോയിന്റ് എയിൽ നിന്ന് ബിയിൽ വരാൻ മേലോട്ട് പോകുന്ന സമയം തന്നെ ആയിരിക്കും ബി തൊട്ട് എ വരെ തിരിച്ചു വരാൻ എടുക്കുക. ടി എ ബി മീൻസ് ഗോയിങ് ഫ്രം എ ടു ബി, ടി ബി എ മീൻസ് ഗോയിങ് ഫ്രം ബി ടു എ. ഗോയിങ് അപ്പ് ടൈം തന്നെ ആയിരിക്കും ഗോയിങ് ഡൗൺ ടൈം. പിന്നെയോ സ്പീഡ് ഓഫ് ബി ഈസ് സെയിം വൈൽ ഗോയിങ് അപ്പ് ആസ് വെൽ ആസ് കമ്മിങ് ഡൗൺ. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അപ്വേർഡ് മോഷനിലെ സ്പീഡ് തന്നെ ആയിരിക്കും ഡൗൺവേർഡ് മോഷനിലും വരിക. എയിൽ നോക്കിയോ സ്പീഡ് വി ആയിരുന്നു, എയിൽ തിരിച്ചെത്തിയപ്പോൾ സ്പീഡ് വി താഴോട്ട്, ബിയിലായിരുന്നപ്പോൾ സ്പീഡ് വി ഡാഷ് ആയിരുന്നു മേളിലോട്ട്, ബിയിലെത്തിയപ്പോൾ സ്പീഡ് വി ഡാഷ് ആയി താഴോട്ട്. ഇത് ബോഡി ത്രോൺ വെർട്ടിക്കൽ അപ്വേർഡിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോളുക. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും.